തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. ആവേശകരമായ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കാണുന്നത്. തിരുവനന്തപുരത്തു നിന്നും രജിത് കുമാർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രജിത്ത്, ഇനി നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്, കൂട്ടിക്കിഴിക്കലിന്റെ മണിക്കൂറുകൾ എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും? തീർച്ചയായും മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഏറെ ആവേശത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശം അത് സമാപിച്ചിരിക്കുന്നു. അതാണ് ഇനി അടുത്ത ദിവസം നിശബ്ദ പ്രചരണത്തെ, ഇനി മുതലുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്റെയാണ്. അതിനുശേഷം അടുത്ത ദിവസം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി തങ്ങൾക്ക് ആർക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം വോട്ട് രേഖപ്പെടുത്താം. അതാണ് ഇനിയുള്ള മണിക്കൂറുകൾ. ഒരുപക്ഷെ നിശബ്ദ പ്രചരണത്തിലടക്കം വോട്ടുകളുടെ തിരിമറികൾ ഏറെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുതന്നെയായാലും കഴിഞ്ഞ ഒരു മാസത്തിൽ ഉള്ളിൽ ആയി നടന്നു വന്ന പ്രചരണ പരിപാടികൾക്കാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. പേരൂർക്കടയിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാ ആവേശകരമായ എല്ലാ വാദ്യമേളങ്ങളും ഒപ്പം തന്നെ അനൗൺസ്മെന്റുകളും അടക്കം ഇതിനോടകം തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രചരണ റാലി അടക്കം പോവുകയാണ്. അതോടുകൂടി ഇവിടെ നിന്നും ആളുകളൊക്കെയും പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന് വാഹന പ്രചരണ ജാഥകൾക്കടക്കം ഇപ്പോൾ അവസാനം കുറിച്ചിരിക്കുന്നു. ഇനി തങ്ങളുടെ ജനവിധി എന്താണ് എന്നത് അറിയുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനുള്ള സമയത്തിലേക്ക് കടക്കും. എന്തുതന്നെയായാലും ഒരു മാസം തുടർച്ചയായി തുടർന്നു വന്ന വലിയ പ്രചരണ പരിപാടികൾക്കാണ് ഈ മണിക്കൂർ ഇപ്പോൾ 6 മണിയോടുകൂടി സമാപനമായിരിക്കുന്നത്. ഇനി ഇതിനു മുമ്പ് ജനങ്ങളിലേക്ക് അവർ പറഞ്ഞതൊക്കെയും തന്നെ ജനങ്ങൾക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ, ഒപ്പം തന്നെ ജനങ്ങളുടെ തീരുമാനം അത് എന്താണ് എന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശമായി വരികയും ചെയ്യും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും തന്നെ ചോരാത്ത രീതിയിലായിരുന്നു പ്രചരണ പരിപാടികൾക്ക് കഴിഞ്ഞ ഒരു മാസമായി സ്ഥാനാർത്ഥികൾ ഒക്കെയും തന്നെ നേതൃത്വം നൽകിയിരുന്നത്. വീടുകൾ കയറിയുള്ള പ്രചരണ പരിപാടികളും ഒപ്പം തന്നെ ലഘുലേഖകളടക്കം നൽകിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളും തുടർന്ന് വാഹന പ്രചരണ ജാഥകളും അടക്കം നിറങ്ങിക്കൊണ്ട് വലിയ കൊട്ടിഘോഷ ആഘോഷങ്ങളോടുകൂടി തന്നെ അവർ നടത്തി വന്ന പ്രചരണ പരിപാടികൾക്ക് ഇപ്പോൾ ഈ മണിക്കൂറോടുകൂടി 6 മണിയോടുകൂടി ദയവായി തുടരുക. പേട്ടയിൽ നിന്നും ആതിര രാധാകൃഷ്ണൻ കൂടി ചേരുന്നു. ആതിര, പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ ശക്തമായ പ്രചാരണമാണ് നമ്മൾ തിരുവനന്തപുരത്തും കണ്ടത്. LDF കോട്ട പൊളിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം. തീർച്ചയായും പ്രാദേശിക വിഷയങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായും ചർച്ചയായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എങ്ങനെ സീറ്റ് കൂട്ടാമെന്നതാണ് BJPയുടെയും ലക്ഷ്യം. അശ്വതി, ഏകദേശം ഈ പരസ്യ പ്രചരണങ്ങൾക്കൊക്കെ അവസാനം കുറിച്ച് ഇന്ന് കലാശക്കൊട്ടാണ്. ഈ കലാശപ്പോര് കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ആഘോഷങ്ങളൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു. റോഡ് ഷോയും അതുപോലെ തന്നെ ബൈക്ക് റാലി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ അവസാനഘട്ട ഈ കലാശക്കൊട്ട് ഗംഭീരമാക്കാനായി പ്രവർത്തകരുൾപ്പെടെ എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരുൾപ്പെടെ ഈ തിരുവനന്തപുരം നഗരത്തിലൊട്ടാകെ സംഘടിപ്പിച്ചത്. ഈ ആദ്യഘട്ടത്തിൽ നിലവിൽ ഞാനുള്ളത് പേട്ടയിലാണ്. അഡ്വക്കേറ്റ് ദീപക് അതുപോലെ തന്നെ BJP പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, അവസാനഘട്ട പ്രചരണ പരിപാടിയിൽ ഈ കലാശക്കൊട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളോടെയാണ് ഇവിടെ പങ്കെടുത്തത്. നിലവിൽ ഏതായാലും ഈ കലാശക്കൊട്ടിന് ഒരു പരിസമാപ്തിയായി, പരസ്യ പ്രചരണങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തിയായി. തീർച്ചയായും ഇത്തരത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നത്. വീടുകൾ കയറിയുള്ള പ്രചരണം, അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ മാർഗങ്ങളാണ് ഈ പ്രചരണത്തിന് ഉപയോഗിക്കാവുന്നത്, എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു മുന്നണികളുടെ ഒക്കെ തന്നെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ദൗത്യം. ഏതായാലും ഇന്നത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കാരണം അത്രത്തോളം ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി വീട് കയറി ജനങ്ങളുമായി വോട്ട് അഭ്യർത്ഥിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണത് നിറവേറ്റാൻ സാധിക്കും എന്നുള്ളൊരു വാഗ്ദാനം തന്നെയാണ് ജനങ്ങൾക്ക് ഏതായാലും നൽകിയിട്ടുള്ളത്.
ഇന്ന് വലിയ രീതിയിൽ ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു കലാശക്കൊട്ടൊക്കെ തന്നെ ആരംഭിച്ചത്. ഈ റോഡ് ഷോ അതുപോലെ തന്നെ ബൈക്ക് റാലി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാവരും 3 മുന്നണികളുടെ പ്രവർത്തകരും സമാനമായ രീതിയിൽ ആവേശം ഒട്ടും ചോരാതെ ഈ കലാശപ്പോരിൽ പങ്കാളികളായി. അവസാന ഘട്ടത്തിൽ ഈ കൊട്ടും വാദ്യമേളങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഈ വിവിധ ഇടങ്ങളിലായി ഈ കലാശപ്പോര് നിലവിലേതായാലും ഏകദേശം അവസാനിച്ച സ്ഥിതിയാണ്. ഇന്ന് ഈ കലാശക്കൊട്ട് അവസാനിപ്പിക്കുമ്പോൾ നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം 9-ാം തീയതി നമുക്ക് അറിയാം, ജനങ്ങളൊക്കെ തന്നെ വിധി എഴുതാൻ 9-ാം തീയതിയാണ് എത്തുക. ഏതായാലും 7 ജില്ലകളിലെ ഈ വോട്ടെടുപ്പ് 9-ാം തീയതി നടക്കും. അന്ന് ജനങ്ങളുടെ കയ്യിലാണ്. ഇനി ജനങ്ങളാണ് പറയേണ്ടത്, ഇനി ജനങ്ങളാണ് ആ രാജാവ് എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ കയ്യിലാണ് ഇനി ആരാണ് ജനങ്ങൾ കൈപിടിച്ച് കയറ്റുക എന്നുള്ളതൊക്കെ തന്നെ നമുക്ക്. ശരി, കൊല്ലത്തെ വിവരങ്ങൾ നൽകാൻ സുധീഷ് ഉണ്ട്. സുധീഷ്, കൊട്ടിക്കലാശം അവസാനിക്കുകയാണ്. നിശബ്ദ മണിക്കൂറിലൂടെ സ്ഥാനാർത്ഥികളൊക്കെ കടന്നു പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെയും കാണാൻ കഴിയുന്നത്. തീർച്ചയായും അശ്വതി അങ്ങനെ തന്നെയാണ്. അല്പസമയം മുൻപാണ് ഇപ്പോൾ കൊട്ടിക്കലാശം ഈ ചിന്നക്കട നഗരിയിൽ ഒരു ഉത്സവ പ്രതീതി തീർത്തുകൊണ്ട് അവസാനിച്ചിരിക്കുന്നത്. മുന്നണികളെല്ലാം തന്നെ അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ചിന്നക്കട നഗരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവേശം അവർ ഇവിടെ തെളിയിക്കും. അവരുടെ പ്രവർത്തകരെല്ലാം വളരെ ഊർജ്ജസ്വലമായി അവരുടെ ആവേശം, അവരുടെ അണികളും ഒക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പിൻവാങ്ങിയിരിക്കുന്നത്. പ്രധാനമായും പറയുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാന മേഖല കൂടിയാണ് നഗരത്തിലെ പ്രധാന ഭാഗം. ഇത് 3 ഡിവിഷനുകൾ ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചിന്നക്കട എന്ന് പറയുന്ന നഗരത്തിന്റെ ഈ ഹൃദയഭാഗം എന്ന് വേണം പറയാൻ. താമരക്കുളം ഡിവിഷൻ, ഒപ്പം തന്നെ വടക്കുംഭാഗം ഡിവിഷൻ, ഒപ്പം കന്റോൺമെന്റ് ഡിവിഷൻ, ഈ 3 ഡിവിഷനുകളും കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമായ ചിന്നക്കട എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് മുന്നണികൾ അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ എത്തുന്നത്. ആ കാഴ്ച തന്നെയായിരുന്നു അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്. മുന്നണികളൊക്കെ തന്നെ അവരുടെ പ്രധാന സ്ഥാനാർത്ഥികളെ, മുൻ മേയർ ഹണി, ഒപ്പം തന്നെ UDFന്റെ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ്, അതുപോലെ തന്നെ മറ്റ് UDFന്റെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി രാജലക്ഷ്മി, അങ്ങനെ നിരവധി പ്രവർത്തകർ അല്പം മുമ്പ് ഇവിടെ പ്രചരണം അവരുടെ ശക്തി കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ട് അവരുടെ ആവേശം അണികളിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും പിൻവാങ്ങിയത്. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശാവേശം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നാളെ ഇനി ഒരു നിശബ്ദ പ്രചരണത്തിനുള്ള മണിക്കൂറുകളാണുള്ളത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മണിക്കൂറുകളുടെ അകലത്തിൽ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകും. അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് ഇനി കൊല്ലം കോർപ്പറേഷനിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ആര് ഭരിക്കണം, കൊല്ലം കോർപ്പറേഷൻ വികസന അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ UDF ഈ ഒരു ഇടത് കോട്ട തകർത്തുകൊണ്ട് മുന്നോട്ട് വരുമോ എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് അറിയേണ്ടത്. ഒപ്പം തന്നെ BJPക്ക് നിലവിൽ കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു വിധിയെഴുത്തിലേക്കാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൊല്ലം നഗരം പോകുന്നത്. കൊല്ലം കോർപ്പറേഷനായാലും പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ തന്നെയായാലും വലിയ ആവേശത്തോടു കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ടിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയായത്. അത്തരത്തിൽ വളരെ ആവേശം നിറച്ചുകൊണ്ടാണ് പ്രവർത്തകരും ഒപ്പം മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ ഈ അണികളിലേക്കും അല്ലെങ്കിൽ ഈ ഒരു അവരുടെ പ്രവർത്തകർക്ക് ആവേശം വിതറുന്നതിനായി ഇവിടെ എത്തി നൃത്തച്ചുവടുകളും ബാൻഡ് മേളങ്ങളും ഒക്കെയായി വളരെ വലിയൊരു ആവേശം നിറച്ച അന്തരീക്ഷമായിരുന്നു കൊല്ലം നഗരത്തിലുണ്ടായിരുന്നത്. ഇനിയുള്ളത് അവർക്ക് ഈ പറയുന്ന പോലെ വോട്ടുറപ്പിക്കുന്നതിനുള്ള കൂട്ടിക്കഴിക്കലുകളുടെ ദിവസമാണ്. ആ ഒരു ദിവസം അവർ ഉറപ്പിക്കുന്നതാണ്. അതായത് ഇനി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ ഇനി ഇപ്പോൾ ഇത്രയും നാൾ നടത്തിയ ഒരു വോട്ട് അഭ്യർത്ഥനയിലൂടെ അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം, കണക്കുകൂട്ടലുകൾ, ഭൂരിപക്ഷം, ഒപ്പം തന്നെ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, ആ സ്ഥലങ്ങളിലൂടെ എന്തൊക്കെ ഇനിയിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് വേണ്ടി ഒരു ദിവസം പാർട്ടിക്ക് ഉണ്ടാകും. ആ പാർട്ടി അത്തരത്തിലുള്ള മുന്നോട്ട് പോക്കുകളായിരിക്കും ഈ മുന്നണികൾ ഓരോന്നും നടത്തുക. അത്തരത്തിൽ ഒരു വിശകലനം നടത്തിക്കൊണ്ടുള്ള ഒരു ദിവസം കഴിയുമ്പോഴേക്കും തൊട്ടടുത്ത ദിവസം പുലരുന്നത് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസത്തിലേക്കാണ്. ആ ദിവസത്തിൽ അവർ വിധി എഴുതും. ഈ ഒരു സമ്മതിദാനാവകാശത്തിലൂടെ അവർ ആരെ അധികാരത്തിലെത്തിക്കും, അല്ലെങ്കിൽ അധികാര തുടർച്ചയിൽ അവർ ഒരു പാകപാക്കാകുമോ, അല്ലെങ്കിൽ ഒരു മാറ്റി എഴുത്ത് അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിലും ഒരു വ്യക്തത ഉണ്ടാവും. ഏതായാലും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടത് കോട്ട എന്ന് കാലങ്ങളായി
പറയുന്നത് മാത്രമല്ല, അത്തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ UDFന് ഇത്തവണ വലിയ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ കൊല്ലം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് അധികാരം എത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വികസന മുരടിപ്പുകൾ എന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. പലയിടങ്ങളിലും നമുക്കറിയാവുന്ന പോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളൊപ്പം തെരുവുവിളക്കുകളുടെ പ്രശ്നം, ഒപ്പം റോഡുകളുടെയൊക്കെ തന്നെ വിഷയങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെയും അവർ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. അത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പറയാനുള്ളത് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അത്തരത്തിൽ അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം വികസന മുരടിപ്പിൽ നിന്നും വികസനം എന്ന ഒരു സ്വപ്നം അത് മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കി കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു UDF അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും നമുക്ക് ഈ നഗരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് BJP പ്രവർത്തകർ, അവരുടെ ആവേശം അതും ഉണ്ടായിരുന്നു. അതും നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ അവർക്ക് അവരുടെ ആവേശത്തിന് അല്പം കുറവ് ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് പലയിടങ്ങളിലും അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവരുടെ പ്രചാരണ പരിപാടികളിലും മറ്റുമൊക്കെ നമുക്കത് കൊല്ലം നഗരത്തിൽ അത് പ്രകടമായി നമുക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തെ ഒരു കലാശക്കൊട്ടിലും അത് കൊല്ലം നഗരത്തിൽ പ്രകടമായിരുന്നു. കാര്യം അത്തരത്തിൽ BJPക്ക് അവരുടെ ഒരു ശക്തി തെളിയിക്കാൻ ഇത്തവണ കഴിയുമോ എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ അതുകൂടി ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. കാരണം നിലവിൽ 6 സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷനിൽ BJPക്ക് ഉള്ളത്. ഇത്തവണ അവർ സീറ്റ് വർദ്ധിപ്പിക്കും എന്ന കണക്കുകൂട്ടലുകളൊക്കെ അത്തരം പ്രതീക്ഷകളോടുകൂടി തന്നെയായിരുന്നു അവർ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഈ അവസാനവട്ട പ്രചാരണം കലാശക്കൊട്ടിലുമൊക്കെ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഈ അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ 6 എന്ന സീറ്റിൽ നിന്നും 6 എന്ന എണ്ണത്തിൽ നിന്നും അത് കൂടുതലിലേക്ക് എത്തിക്കാൻ എത്രത്തോളം കഴിയുമെന്നുള്ളത് ഒരു ആശങ്ക അതും ഇപ്പോൾ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കാഴ്ചക്കാരിലും ഒക്കെ തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇടത് കോട്ട എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കൊല്ലം നഗരപ്രദേശം കേന്ദ്രീകരിച്ച് നടന്ന പ്രചാരണ കലാശക്കൊട്ടിൻ്റെ ആ അവസാന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വലതുപക്ഷവും ഒപ്പം ആവേശം നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ ആവേശമണികളിൽ നിറച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കലാശ പോരാട്ടം അല്ലെങ്കിൽ കലാശക്കൊട്ട് അത് ഇവിടെ നടത്തിയാണ് അവരും പിൻവാങ്ങിയിരിക്കുന്നത്. ഏതായാലും വരുന്ന ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിലുള്ള ദിവസമാണ്. അത് കഴിയുമ്പോൾ വിധി എഴുതും അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതൊരു വികസന അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിരിക്കുമോ അല്ലെങ്കിൽ UDF അധികാരം തിരിച്ചുപിടിക്കുമോ അതുതന്നെയാണ് കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശകരമായ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കണ്ടത്. ശക്തമായ പ്രചാരണമായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണികളും ഉണ്ടായത്. കൂട്ടിക്കിഴിക്കലിന്റെ മണിക്കൂറിലൂടെയാണ് ഇനി സ്ഥാനാർത്ഥികൾ കടന്നുപോകുന്നത്.